ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്ന് 7,983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,330 പേർക്ക് രോഗമുക്തി. 27 മരണം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികം രാജ്യമിന്ന് രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിച്ചു. നാളെ കേരളപ്പിറവി. എല്ലാ മലയാളികൾക്കും ഗവർണറും മുഖ്യമന്ത്രിയും കേരളപ്പിറവി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ബീച്ചുകളും പാർക്കുകളും നാളെ മുതൽ സഞ്ചാരികൾക്കായി തുറന്നു നൽകും. ഐപിഎൽ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് വിജയം. രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് 7,983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,330 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 59,999 സാമ്പിളുകളാണ് പരിശോധിച്ചത്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ 1,100 മേൽ രോഗബാധിതരുണ്ട്. കോഴിക്കോട് 834 തിരുവനന്തപുരത്ത് 790 രോഗബാധിതരാണുള്ളത്. മലപ്പുറം, കൊല്ലം ജില്ലകളിലും ഇന്ന് 700 മുകളിൽ രോഗബാധിതർ ഉണ്ട്. 91,000-ലേറെ പേരാണ് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. 3,40,000-ലധികം പേർ ഇതിനകം രോഗമുക്തി നേടി. 1,484 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഭൂരിഭാഗം ജില്ലകളിലും നിരോധനാജ്ഞ നീട്ടി. 15 ദിവസത്തേക്ക് കൂടിയാണ് നിയന്ത്രണങ്ങൾ നീട്ടിയിരിക്കുന്നത്. കാസർഗോഡ് ഒഴികെ എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ നീട്ടിക്കൊണ്ട് ജില്ലാ കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. നിരോധനാജ്ഞ പ്രകാരം 5 പേരിൽ കൂടുതൽ സ്വമേധയാ കൂട്ടം കൂടുന്നതിനുള്ള നിരോധനം തുടരും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വിവാഹം, ശവസംസ്കാര ചടങ്ങുകൾ എന്നിവയിൽ 20 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തും പൊതുപരിപാടികളോ കൂട്ടം ചേരലുകളോ അനുവദിക്കില്ല. കേരളത്തിലെ ബീച്ചുകൾ, പാർക്കുകൾ, മ്യൂസിയങ്ങൾ എന്നിവ വിനോദസഞ്ചാരികൾക്കായി നാളെ മുതൽ തുറന്നു നൽകും. കോവിഡിനു ശേഷം സംസ്ഥാനത്തെ വിനോദസഞ്ചാര രംഗം പൂർണ്ണസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാകും പുതിയ നടപടികൾ. ടൂറിസം രംഗം തിരികെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 10 മുതൽ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നിരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഇവിടെ ടൂറിസം പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത്. ഈ കേന്ദ്രങ്ങളിലെ സഞ്ചാരികളുടെ എണ്ണം കൂടി വരികയാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 145ാം ജന്മവാർഷികം രാജ്യമിന്ന് രാഷ്ട്രീയ ഏകതാ ദിവസായി ആചരിച്ചു. സർദാർ പട്ടേലിന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ കെവാഡിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തി. രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും സംരക്ഷിക്കുന്നതിൽ സർദാർ പട്ടേലിന്റെ പങ്ക് വലുതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് രാഷ്ട്രീയ സങ്കല്പ് ദിനവും രാഷ്ട്രീയ ഏകതാ ദിനവും ആചരിച്ചു. ദിനാചരണങ്ങളുടെ ഭാഗമായി 2 മിനിറ്റ് മൌനാചരണവും ദേശീയോദ്ഗ്രഥന രാഷ്ട്രീയ ഏകതാ ദിന പ്രതിജ്ഞയെടുപ്പും നടന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ഏകതാ ദിവസിന്റെ ഭാഗമായി ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി വാർത്തകൾക്കു ശേഷം കേൾക്കാം. നാളെ 64ാമത് കേരളപ്പിറവി ദിനം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3ആയി കിടന്ന പ്രദേശങ്ങളാകെ ഒരേ ഭാഷ സംസാരിക്കുന്നവരുടെ നാട് എന്ന നിലയിൽ ഔപചാരികമായി ഒരുമിച്ചതും ഐക്യ കേരളമായി രൂപപ്പെട്ടതും 1956 നവംബർ 1-നാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ കേരളപ്പിറവിയുടെ കടന്നുവരവ്. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളപ്പിറവി ആശംസകൾ നേർന്നു. കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഒരുമയോടെയും സാഹോദര്യത്തോടെയും പ്രവർത്തിക്കാമെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളപ്പിറവി ആശംസകൾ നേർന്നു. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. കോവിഡ് മഹാമാരി മൂലം വിപുലമായ ആഘോഷ പരിപാടികൾക്ക് സാധ്യതയില്ലെങ്കിൽ കൂടിയും ഭാഷയ്ക്കും സംസ്കാരത്തിനും സംസ്ഥാനത്തിനും വേണ്ടി നമ്മൾ നമ്മെ തന്നെ പുനരർപ്പണം ചെയ്യേണ്ട സന്ദർഭമാണ് കേരളപ്പിറവിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം.
ഇ സഞ്ജീവനി ടെലിമെഡിസിൻ പ്ലാറ്റ്ഫോം വഴി കിട്ടുന്ന കുറിപ്പടിയിലെ മരുന്നുകൾ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിൽ നിന്നും ലഭ്യമായവ സൌജന്യമായി ലഭ്യമാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. ഇതോടൊപ്പം ഇ സഞ്ജീവനി കുറിപ്പടി പ്രകാരം ആശുപത്രിയിൽ ലഭ്യമായ ലാബ് പരിശോധനകളും നടത്താവുന്നതാണ്. ഇ സഞ്ജീവനി കുറിപ്പടികൾക്ക് 24 മണിക്കൂർ മാത്രമേ സാധുതയുള്ളൂ എന്നതിനാൽ അതേ ദിവസം തന്നെ ആശുപത്രി സേവനം ഉപയോഗിക്കണമെന്നും മന്ത്രി അറിയിച്ചു. 49,000 പേരാണ് സംസ്ഥാനത്ത് ഇതുവരെ ഇ സഞ്ജീവനി സേവനം ഉപയോഗിച്ചത്. കരിപ്പൂർ വിമാനാപകടത്തിൽ 660 കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിന് തീരുമാനമായി. ഇന്ത്യൻ ഏവിയേഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ഇൻഷുറൻസ് ക്ലെയിം തുകയാണ് ഇത്. 378.83 കോടി രൂപ വിമാനത്തിനുണ്ടായ നഷ്ടം നികത്താനും 282.49 കോടി രൂപ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുമാണ് ഉപയോഗിക്കുക. അതേസമയം അപകടത്തിൽപ്പെട്ട വിമാനം മാറ്റുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. സ്വർണ്ണക്കടത്തു കേസിൽ അറസ്റ്റിലായ സ്വപ്ന സുരേഷ്, എം ശിവശങ്കർ എന്നിവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ സമീപിച്ചു. ഇതിനായി സ്വപ്ന സുരേഷിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാണ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം. 3 ദിവസമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. കുതിരാനിൽ വാഹനാപകടത്തെ തുടർന്നുണ്ടായ ഗതാഗത തടസ്സം ഏറെക്കുറെ പരിഹരിച്ചു. രൂക്ഷമായ ഗതാഗത പ്രശ്നത്തെ തുടർന്ന് താൽക്കാലികമായി തുറന്നു നൽകിയ തുരങ്കപാത ഇതോടെ അടച്ചു. ഇരുദിശയിലും ഗതാഗതം സാധാരണ നിലയിലായതായി പോലീസ് അറിയിച്ചു. 5 കിലോമീറ്റർ ദൂരത്തിൽ 11 മണിക്കൂറിലേറെ ഇവിടെ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ സഫാരി പാർക്കിൽ നിന്നും ചാടിപ്പോയ കടുവയെ വ്യാപക തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. വയനാട്ടിൽ നിന്നും പിടികൂടി പാർക്കിലെത്തിച്ച കടുവ കൂട് പൊളിച്ച് രക്ഷപ്പെടുകയായിരുന്നു. വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് കടുവയെ കണ്ടെത്തിയത്. വയനാട്ടിലെ ചീയമ്പം പ്രദേശത്ത് വളർത്തുമൃഗങ്ങളെ കൊന്നൊടുക്കിയ കടുവയെ കഴിഞ്ഞ 25-നാണ് പിടികൂടിയത്. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്ക് താമസിക്കുന്നതിന് കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും സ്ലീപ്പർ ബസുകൾ വാടകയ്ക്ക് നൽകുന്നു. ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറയുടെ റിപ്പോർട്ട്. കെഎസ്ആർടിസി മൂന്നാർ ഡിപ്പോയിൽ സ്ലീപ്പർ ബസുകൾ സഞ്ചാരികൾക്ക് വാടകയ്ക്ക് നൽകും. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. സ്ലീപ്പർ ഒന്നിന് ഒരു രാത്രി 100 രൂപ നിരക്കിൽ വൈകിട്ട് 6 മണി മുതൽ പിറ്റേന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വാടകയ്ക്ക് നൽകും. വാടകയ്ക്ക് തുല്യമായ തുക കരുതൽ ധനമായും നൽകണം. ബസ് ഉപയോഗിക്കുന്നവർക്ക് മൂന്നാർ ഡിപ്പോയിലുള്ള ടോയ്ലറ്റ് സൌകര്യം ഉപയോഗിക്കാനായി അനുവദിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതിനായി പ്രത്യേക ടോയ്ലറ്റുകൾ സജ്ജമാക്കി. ഓരോ ഗ്രൂപ്പും മാറുന്നതിനനുസരിച്ച് ബസ് വൃത്തിയാക്കി അണുനശീകരണം നടത്തി അടുത്ത ഗ്രൂപ്പിന് നൽകും. സ്ലീപ്പർ ബസും ടോയ്ലറ്റും വൃത്തിയാക്കുന്നതിനും താമസിക്കുന്നവർക്ക് പുറമെ നിന്നും ഭക്ഷണം വാങ്ങി എത്തിക്കാനും ലഗേജുകൾ കൈകാര്യം ചെയ്യുന്നതിനും 2 കാഷ്വൽ ജീവനക്കാരെയും നിയോഗിച്ചു. ട്രിച്ചി ആകാശവാണിയിലെ വാർത്താ വിഭാഗം മേധാവി ഡോക്ടർ കെ പരമേശ്വരൻ ഇന്ന് സർവീസിൽ നിന്നും വിരമിച്ചു. ആകാശവാണി തിരുവനന്തപുരം, കോഴിക്കോട് നിലയങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം 34 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനൊടുവിലാണ് ഇന്ന് വിരമിച്ചത്. ഐപിഎൽ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 9 വിക്കറ്റ് വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹിക്ക് നിശ്ചിത ഓവറിൽ 110 റൺസ് മാത്രമാണ് എടുക്കാനായത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈ 14.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ ഹൈദരാബാദിനെ നേരിടും. സ്വർണ്ണവിലയിൽ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 37,680 രൂപയും ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 4,710 രൂപയുമാണ് ഇന്നത്തെ വില. മുന്നോക്കക്കാരിലെ പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുമ്പോൾ സംവരണത്തെക്കുറിച്ച് പിന്നാക്ക ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകൾ ദൂരീകരിക്കണമെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൌൺസിൽ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി പിന്നാക്ക ദളിത് സമുദായങ്ങളുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തണമെന്ന് കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് കൌൺസിൽ കൊച്ചിയിൽ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. കട്ടപ്പന നരിയമ്പാറയിൽ പീഡനത്തെ തുടർന്ന് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ദളിത് പെൺകുട്ടി മരിച്ചു. കഴിഞ്ഞ 23-നാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് 7,983 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7,330 പേർക്ക് രോഗമുക്തി. 27 മരണം. സർദാർ വല്ലഭായി പട്ടേലിന്റെ ജന്മവാർഷികം രാജ്യമിന്ന് രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിച്ചു. നാളെ കേരളപ്പിറവി. എല്ലാ മലയാളികൾക്കും ഗവർണറും മുഖ്യമന്ത്രിയും കേരളപ്പിറവി ആശംസകൾ നേർന്നു. സംസ്ഥാനത്തെ ബീച്ചുകളും പാർക്കുകളും നാളെ മുതൽ സഞ്ചാരികൾക്കായി തുറന്നു നൽകും. ഐപിഎൽ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് വിജയം. രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.